യേശു ക്രിസ്തു എങ്ങനെയാണ് ലോകത്തിന്റെ രക്ഷകനാകുന്നത്? എങ്ങനെയാണ് സകലരുടെയും പാപം യേശു ഏറ്റെടുത്ത് മോചിക്കുന്നത്? അക്കാഡമിക് സംശയങ്ങൾ പലർക്കും ഉണ്ടാകാം. എന്നാൽ ഇതൊരു ചോദ്യം ചെയ്യലാക്കിയിരിക്കുകയാണ് സമീപകാല കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ. അവരോട് ചേർന്ന് നിൽക്കുന്ന മതപ്രബോധകരും യേശുവിനെ കേവലം മനുഷ്യനും പ്രവാചകനും മാത്രമായി അവതരിപ്പിക്കുന്നതും അവർ തന്നെ. അവരുടെ വിശ്വാസപ്രകാരം ദൈവത്തിന് ചില കാര്യങ്ങളൊക്കെ അസാധ്യം. ദൈവത്തിന് മനുഷ്യനായി അവതരിക്കാൻ കഴിവില്ല. മനുഷ്യ ശരീരത്തിൽ സഹിക്കാൻ കഴിവില്ല. കുരിശിൽ മരിക്കാനോ ഉത്ഥാനം ചെയ്യാനോ കഴിവില്ല. മനുഷ്യകുലത്തിന്റെ പാപം ഏറ്റെടുക്കുക എന്ന തത്വം പാലിക്കാൻ കഴിവില്ല. ഏകനായിരിക്കുമ്പോൾ തന്നെ മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങാത്ത വിധം മൂന്ന് ആളത്തങ്ങളുടെ കൂട്ടായ്മയായിരിക്കുവാൻ സാധ്യമല്ല. ഇങ്ങനെ നിരവധി കഴിവില്ലായ്മകളുടെ ദൈവമാണ് തങ്ങളുടെ ദൈവം എന്നാണ് ക്രൈസ്തവ വിശ്വാസത്തോട് തർക്കിക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധകർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഒരേ ഒരു കാര്യം മാത്രമേ ദൈവത്തിന് കഴിയാത്തതായി ഉള്ളൂ എന്നാണ് ദൈവദൂഷണമാകാത്ത വിധം ക്രൈസ്തവർ കരുതുന്നത്. അവിടത്തേക്ക് തന്റെ ദൈവ സ്വഭാവം കൈവെടിയാൻ കഴിയില്ല. ഇനി വിമർശകരുടെ ചോദ്യത്തിലേക്ക് വരാം. ഇന്നും ലോകത്തെ ബഹുഭൂരിപക്ഷം പേർക്കും മനസ്സിലാകാത്ത ദിവ്യ രഹസ്യമായതിനാൽ എത്ര വട്ടം വിശദീകരിച്ചാലും അധികമല്ല. മാത്രമല്ല, ഈ ദിവ്യ രഹസ്യത്തെ വെല്ലുവിളിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർ വാചാലരാകുമ്പോൾ അതേക്കുറിച്ച് ക്രൈസ്തവർ വീണ്ടും വീണ്ടും സ്വയം ബോധമുറപ്പിക്കേണ്ടതും ആവശ്യം. യേശു ക്രിസ്തുവിന്റെ അവതാരം ഏതെങ്കിലും പ്രവാചകന്റെ പിറവി പോലെ ഒരിക്കൽ പൊടുന്നനെ മുളച്ചുണ്ടായതല്ല. അങ്ങനെ കരുതുന്നവർക്കാണ് അവിടുന്ന് രക്ഷകനാണെന്ന സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. യേശു രക്ഷകനാണെന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യകുലമാകെ അപകടത്തിലായിരിക്കുന്നു എന്ന അർത്ഥം കൂടിയുണ്ട്. ഈ അപകടാവസ്ഥയുടെ തുടക്കം ആദ്യ മാതാപിതാക്കളുടെ പാപത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ സാദൃശ്യമായ നിത്യതയും ഛായയായ അരൂപാവസ്ഥയുമുള്ള ആത്മാവോടും സ്വതന്ത്രമായ മനസ്സോടും കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യനെ സൃഷ്ടലോകത്തിനു മേൽ ദൈവം അധികാരവും നൽകി. സാത്താനെ അനുസരിക്കുക എന്ന പാപം വഴി തനിക്കും ലോകത്തിനു മേലുള്ള അധികാരം മനുഷ്യർ സാത്താന് കൈമാറി. പാപമാകുന്ന മുക്ത്യാർനാമ അഥവാ പവർ ഓഫ് അറ്റോണി വഴി മനുഷ്യൻ സാത്താന് കീഴിലായി. അതിൽ നിന്ന് മൂന്ന് വിധത്തിലെ മോചനം സാധ്യമാകുന്നുള്ളൂ. ഒന്നുകിൽ സാത്താൻ തനിയെ വിട്ടയക്കണം, അതാകട്ടെ നടക്കാത്ത കാര്യം. രണ്ട്, സ്വതന്ത്ര മനസ്സുള്ള മനുഷ്യൻ സ്വമനസ്സ അതാഗ്രഹിക്കണം, അഥവാ പശ്ചാത്തപിക്കണം. അതിന് സാത്താൻ അവനെ അനുവദിക്കില്ല. മൂന്ന്, ദൈവം സാത്താനെ ഇല്ലായ്മ ചെയ്ത് മനുഷ്യരെ തിരിച്ചു പിടിക്കണം. പക്ഷേ നിത്യതയുള്ള അരൂപിയായി ഒരിക്കൽ മാലാഖിയായി സൃഷ്ടിച്ച സാത്താനെ ഇല്ലായ്മ ചെയ്യാനോ അവന്റെ ആധിപത്യം സ്വതന്ത്ര മനസ്സോടെ സ്വീകരിച്ച മനുഷ്യനെ ബലമായി മോചിപ്പിക്കാനോ ദൈവത്തിന്റെ നീതിക്കും ദൈവിക സ്വഭാവത്തിനും സാധ്യമായിരുന്നില്ല. അങ്ങനെ ഇതുവരെ പറഞ്ഞ മൂന്ന് വിധത്തിലുമുള്ള മനുഷ്യരക്ഷ അസാധ്യമായി മറിച്ചു ചെയ്താൽ സാത്താൻ ചോദിച്ചേക്കാം, നീതിമാനായ ദൈവമേ, നിന്നിലേക്ക് തിരിയാതെ എന്റെ ആധിപത്യത്തിലേക്ക് സ്വതന്ത്ര മനസ്സോടെ എത്തിച്ചേർന്ന മനുഷ്യനെ നീ ബലമായി മോചിപ്പിക്കുന്നത് നീതിയോ എന്ന്. സ്വതന്ത്ര മനസ്സ് ദൈവം തന്നെയാണല്ലോ മനുഷ്യന് കൊടുത്തത്. ഈ സാഹചര്യത്തിൽ തന്റെ പ്രിയ സൃഷ്ടിയായ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവിക ജ്ഞാനം നിശ്ചയിച്ച വഴി ഒരേ സമയം സാത്താനെ ദുർബലനാക്കുകയും അവന്റെ മുമ്പിൽ പോലും നീതിയാകുകയും ചെയ്യുന്ന ഒന്നായിരുന്നു. അതായത് മനുഷ്യ വിമോചനത്തിന് മതിയായ വില കൊടുക്കുക. എന്താണ് ആ വില? അതിനുള്ള വ്യവസ്ഥകൾ നോക്കാം. ഒന്ന്, സാത്താന്റെ സർവ്വ ആയുധങ്ങളെയും തോൽപ്പിക്കുന്നതും അവന് ഉപയോഗിക്കാൻ കഴിയാത്തതുമായ ആയുധം ഉണ്ടാക്കണം. അതാണ് ദൈവപിതാവിനോടുള്ള സ്നേഹവും അനുസരണവും, അതിനുവേണ്ടിയുള്ള പരമമായ സഹനവും. സാത്താൻ തൊടാൻ പോലും ഭയക്കുന്ന ആയുധങ്ങൾ. രണ്ട്, അരൂപിയായതിനാൽ സാത്താന്റെ പാപത്തിന് കിട്ടിയത് ദൈവനഷ്ടമെന്ന ശിക്ഷയാണ്. മനുഷ്യന് ശരീരമുള്ളതിനാൽ മരണവും മരണഭയവും കൂടി ശിക്ഷയായി നടപ്പാകണം. അതാണ് ദൈവനീതി എന്നത് സാത്താൻ തന്നെ തർക്കിക്കും. മൂന്ന്,
പാപം ചെയ്തത് മനുഷ്യനായതിനാൽ മനുഷ്യൻ തന്നെ ശിക്ഷയേൽക്കണം. 4, ആദവും ഹവ്വയും പണയപ്പെടുത്തിയത് വംശ പരമ്പരകൾ അടക്കം മനുഷ്യകുലത്തെ മുഴുവനും ആയതിനാൽ ഒന്നുകിൽ സർവ മനുഷ്യരും അല്ലെങ്കിൽ അവർക്കെല്ലാം പകരമാകാൻ പോകുന്ന ഒരുവൻ തന്നെ ഈ ശിക്ഷകളെല്ലാം സഹനവും അനുസരണവും ഏറ്റെടുക്കണം. എല്ലാ മനുഷ്യർക്കും പകരമാകാൻ കഴിയുന്ന, മരണത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു ആളത്തെ മാത്രം, അത് ത്രിയേക ദൈവത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാന്റെ മനുഷ്യാവതാരം. അതുമാത്രമായിരുന്നു സാത്താനെ തോൽപ്പിച്ചും സ്വയം ദുർബലനാക്കിയും മനുഷ്യവംശത്തെയാകെ എന്നേക്കും വീണ്ടെടുക്കാനുള്ള മാർഗം. യേശുവിന്റെ ഈ സമ്പൂർണ്ണ സമർപ്പണത്തിനും മനുഷ്യവംശത്തോടുള്ള സ്നേഹത്തിനു മുമ്പിൽ സാത്താൻ ദുർബലനായി, ശക്തി ക്ഷയിച്ചു, മനുഷ്യരെയും ലോകത്തെയും വിടുതൽ ചെയ്തു. ഇതാണ് യേശു നേടിയെടുത്ത സാർവത്രിക മനുഷ്യരക്ഷ. ഇതിനെ ഇംഗ്ലീഷ് അപ്പോളിസ്റ്റുകൾ വിളിക്കുന്നത് യൂണിവേഴ്സൽ എക്സോർസിസം അഥവാ പ്രാപഞ്ചിക ബാധയൊഴിക്കൽ എന്നാണ്. അതെ, യേശുവിന്റെ ഈ രക്ഷാകർമ്മം വഴിയാണ് മനുഷ്യകുലവും സൃഷ്ടലോകവുമാകെ സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് പൊതുവായി സ്വതന്ത്രമാക്കപ്പെട്ടത്. ഈ സ്വാതന്ത്ര്യത്തിന്റെ ഫലം എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യർക്കും ലഭ്യമായി. പശ്ചാത്തപിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഏതു ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യന് കഴിയുന്നത് ഈ സാർവത്രിക രക്ഷയുടെ ഫലമായിട്ടാണ്. എന്നാൽ ഇതുകൊണ്ട് രക്ഷാപദ്ധതി പൂർത്തിയാകുന്നില്ല. രാജ്യം സ്വാതന്ത്ര്യമാകുന്നത് പോലെയുള്ള പൊതുവിമോചനമാണ് സാർവത്രിക രക്ഷ. പൊതുവായ വഴി, പൊതുവായ സൗകര്യങ്ങൾ എല്ലാം ലഭ്യം. എന്നാൽ റേഷൻ പോലെ വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ പൗരത്വം ഉറപ്പിച്ച് അപേക്ഷകൾ വഴി നേടിയെടുക്കണം. യേശുവിലൂടെ വ്യക്തിപരമായ പാപമോചനവും മറ്റും നന്മകളും ലഭിക്കാൻ യേശുവിന്റെ കുരിശിലും ബലിയിലും വിശ്വാസം പ്രഖ്യാപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അതാണ് ക്രൈസ്തവ ജീവിതത്തിൽ നടക്കുന്നത്. ചുരുക്കത്തിൽ, യേശുവിന്റെ ബലിയാൽ മനുഷ്യരടക്കം ലോകത്തിനാകെ സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് പൊതുമോചനം ലഭിച്ചു. വ്യക്തിപരമായ മോചനം വിശ്വാസം ഏറ്റുപറഞ്ഞുള്ള ജീവിതം വഴിയും. യേശുവിന്റെ ബലിക്ക് മുൻകൂർ പ്രാബല്യവും തത്സമയ ഫലവും കൂടി ഉണ്ടായിരുന്നു. നല്ല കള്ളന്റെ അനുഭവം, തത്സമയ ഫലം. മനുഷ്യകുലം ദൈവത്തെ വിളിക്കാൻ ശക്തരായതും ഇസ്രായേൽ ജനത ഒരുക്കപ്പെട്ടതും മുൻകാല പ്രാബല്യം. ആര് സ്വീകരിച്ചാലും നിഷേധിച്ചാലും സാർവത്രിക രക്ഷയുടെ ഫലം എല്ലാ മനുഷ്യർക്കുമുണ്ട്. വ്യക്തിപരമായ രക്ഷ വിശ്വസിച്ച് നേടിയെടുക്കണം. സാത്താൻ പൊതുവായി കീഴ്പ്പെട്ടെങ്കിലും വ്യക്തികളുടെ തീരുമാനം വഴി പരിമിതമായ ഇടങ്ങളിൽ അവന് ഇനിയും സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും. പ്രവാചകന്മാരുടെ അഭാവമോ ഉപദേശങ്ങളുടെ കുറവോ ആയിരുന്നില്ല മനുഷ്യകുലത്തിന്റെ പ്രശ്നം. വികലമായ ദൈവസങ്കല്പങ്ങളും ദൈവിക നിയമങ്ങൾ അനുസരിക്കാൻ കഴിയാത്ത വിധമുള്ള പാപാധിപത്യവും. യേശു ഇവയെ കീഴ്പ്പെടുത്തി കൃപയുടെ പ്രവാഹം പുനഃസ്ഥാപിച്ചു. ഇതാണ് യേശുവിലൂടെയുള്ള മനുഷ്യരക്ഷയുടെ പാഠം. 19കാരൻ ഒറ്റ ഹാലിളക്കത്തിൽ തകർത്തത് 19 കാറുകൾ. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളോടായിരുന്നു അതിക്രമം. ലക്ഷ്യം മോഷണം. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ മയക്കുമരുന്ന് വാങ്ങാൻ പണത്തിനു വേണ്ടി. അതിനുള്ള പണം വീട്ടിൽ നിന്ന് കിട്ടില്ലല്ലോ. ഇങ്ങനെയൊരു വാർത്തയെക്കുറിച്ച് ആരും പ്രതികരിച്ചു കേട്ടില്ല, കണ്ടില്ല. ചാനൽ ചർച്ചകളോ പത്രപ്രസ്താവനകളോ കൊഴുത്തില്ല. എത്ര ഭയാനകമായൊരു അവസ്ഥയാണ് വാർത്തയിലൂടെ പുറത്തു വന്നത്. 19-ാം വയസ്സിൽ മയക്കുമരുന്നിന് അടിമയായ ചെറുപ്പക്കാരൻ കേരളത്തിൽ ഇപ്പോൾ തടവറയിൽ. സഹസ്ര കോടികളുടെ സമ്പത്തും പ്രശസ്തിയും പ്രതാപവുമുള്ള ഇതേ പ്രായഗണത്തിൽപ്പെടുന്ന താരപുത്രനും മുംബൈയിൽ മയക്കുമരുന്ന് കേസിൽ തടവറയിലെ സിമന്റ് തറയിൽ. സമൂഹത്തിലെ ഏത് നിലയിലുമുള്ള ചെറുപ്പക്കാരെ ഒരേ തകർച്ചയിലും ദുരന്തത്തിലും എത്തിക്കാൻ പോന്ന ഭീകരനാണ് മയക്കുമരുന്ന് എന്നതിന് ഇവർ മാത്രമല്ല ഉദാഹരണങ്ങൾ. വേറെയും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനും വിൽപ്പന നടത്തിയതിനും രാജ്യത്തെ വിവിധ ജയിലറകളിൽ കഴിയുന്നു. മികച്ച വിദ്യാഭ്യാസവും സാമ്പത്തിക നിലയും ഉള്ളവരാണ് ദരിദ്ര വിഭാഗക്കാരും എല്ലാം ഉണ്ട് അക്കൂട്ടത്തിൽ. മായിക സന്തോഷത്തിനു വേണ്ടി
യഥാർത്ഥ സന്തോഷം നഷ്ടപ്പെടുത്തി ജീവിത തകർച്ച നേരിടുന്നവർ. വ്യാപകമായ ഈ വിപത്തിന്റെ ഭയാനകത എന്തേ ഭരണാധികാരികളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നില്ല? മയക്കുമരുന്ന് ജിഹാദ് എന്ന പരാമർശം കേട്ടയുടൻ മതപ്രതിരോധത്തിനും പ്രീണനത്തിനുമായി ചിറഞ്ഞിറങ്ങിയ നേതാക്കൾ, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കൾ ഈ വാർത്തകളൊന്നും വായിച്ചില്ലേ? കത്തോലിക്ക സഭയിലെ നേതൃത്വത്തിൽ ആർക്കെങ്കിലും പിശകു പറ്റിയതായി കേട്ടാൽ ഉടനെ ചർച്ച സംഘടിപ്പിക്കുന്നവരും ചർച്ചയ്ക്ക് എത്തുന്നവരും ഇത് അറിഞ്ഞില്ലേ? മയക്കുമരുന്ന് ജിഹാദ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മയക്കുമരുന്നിന്റെ വിപത്തിനെ കുറിച്ചല്ല, അതിലെ മതബന്ധത്തെക്കുറിച്ച് മാത്രം പ്രതികരിക്കാനേ പ്രരാഷ്ട്രീയ നേതാക്കൾക്ക് താല്പര്യമുള്ളൂ എന്ന് വന്നിരിക്കുന്നു. അവർ ചിന്തിക്കുന്നതും ആകുലപ്പെടുന്നതും മയക്കുമരുന്നിന്റെ ഭീകരതയോ ചെറുപ്പക്കാർ അതിൽപ്പെട്ട് നശിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ചല്ല, അവരുടെ ഇഷ്ടക്കാരായ മതവിഭാഗത്തിനോ നേതാക്കൾക്കോ ഉണ്ടാകുന്ന അലോസരത്തെക്കുറിച്ച് മാത്രം. അതല്ലെങ്കിൽ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി കേരളത്തിലെ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന ഈ വ്യാപക വിപത്തിനെതിരെ നടപടികൾ ആലോചിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ നിശ്ചയമായും ശ്രമിക്കുമായിരുന്നു. മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ കാട്ടിയ ശുഷ്കാന്തിയുടെ പാതിയെങ്കിലും ചെറുപ്പക്കാരെ മയക്കുമരുന്ന് വിനാശത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ആലോചനയ്ക്കായി ഉണ്ടായിരുന്നെങ്കിൽ മാനവികതയെക്കുറിച്ച് വാതോരാതെ പറയാറുള്ളവരും ഈ തലമുറ ഹത്യയെക്കുറിച്ച് മിണ്ടി കേൾക്കുന്നില്ല. മയക്കുമരുന്നിന് മതമില്ലെന്ന് പറയുന്നവർക്കും കാര്യങ്ങൾ അറിയാം എന്നല്ലേ ഈ മൗനത്തിന്റെ അർത്ഥം? മയക്കുമരുന്നിന്റെ വൻ ശേഖരം കേരളത്തിൽ എത്തിക്കുന്നതിൽ മതതീവ്രവാദികൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാത്തവർ എത്ര ചെറുപ്പക്കാർ നശിച്ചാലും ഇതേ നിലപാട് തുടരും എന്നത് ശരിക്കും ഭയപ്പെടുത്തുന്നു.